من الشيطان الرجيم بسم الله الرحمن الرحيم ويذكر اسم الله في أيام معلومات വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹജ്ജിലെ 28-ാമത്തെ ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം, അവർ അള്ളാഹുവിൻ്റെ നാമത്തെ ഓർക്കുന്നവരാണ്. ഈ അയ്യാമി മാലൂമാത്തിൽ അറിയപ്പെട്ട ദിവസങ്ങളിൽ. സൂറത്തു ഹജ്ജിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തെക്കുറിച്ചും ബലിയെക്കുറിച്ചും പറയുന്ന കൂട്ടത്തിലാണ് ഈ ആയത്ത്. അഥവാ അറിയപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമത്തെ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവർ, അള്ളാഹുവിൻ്റെ ദിക്റ് ചൊല്ലുന്നവർ സത്യവിശ്വാസികളുടെ ഒരു സ്വഭാവമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ആളുകളെ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. വയുസ്തഹബ്ബു അൽ-ഇക്താറു മിനദ്ദിക്ർ മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളിലൊക്കെ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. സാധാരണ നമ്മൾ ചെല്ലുന്ന ദിക്റുകൾക്കപ്പുറമായി ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കണം. അൽ അശ്റുൽ അവാഇലു മിൻ ദുൽഹിജ്ജത്തി അയ്യാമു മുബാറക. വളരെ ബറക്കത്താക്കപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ. യജിബു അൻ യഖ്ബല ഫീഹാ കുല്ലു മുസ്ലിമിൻ ബിദിക്രില്ലാഹി സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഓരോ മുസ്ലിമും ദിക്റുകൾ വർദ്ധിപ്പിക്കട്ടെ. വകുല്ലുൽ അദ്കാരി ഹസന. ഏത് ദിക്റുകളും നല്ലതാണ്. വമിൻഹാ, എന്നാൽ അതിൽ ഏറ്റവും പോരിശയാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ വിശ്വാസിക്കും, എല്ലാ മുസ്ലിമും അറിവുള്ള ഒരു ദിക്ർ, അത് വർദ്ധിപ്പിക്കലാണ് നല്ലത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഒറ്റയ്ക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മറ്റു ദിക്റുകളുമൊക്കെ അതിൽ പരിഗണിക്കണം. എന്തുകൊണ്ടെന്നാൽ ഖദ് സബത ഫീഹി ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഒരു ദിക്റിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു: മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ, ഇദാ അസ്ബഹ, പുലർന്ന സമയത്ത്, നേരം പുലരുമ്പോൾ ഒരാൾ പറഞ്ഞാൽ, ഒരാൾ ചൊല്ലിയാൽ, എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ഒരാൾ പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാന ലഹു അദുലു റഖബത്തിൻ മിൻ വലദി ഇസ്മാഈൽ. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽപ്പെട്ട ഒരാളെ അടിമത്വമോചനം ചെയ്ത പ്രതിഫലമാണ് ഒന്ന്. മറ്റൊന്ന് വകതബ ലഹു അശറ ഹസനാത്ത്. 10 പ്രതിഫലമാണ് അതിന് അവന് എഴുതപ്പെടുക. മൂന്നാമത്തത് വഹത്ത അൻഹു അശറ സയ്യിആത്ത്. 10 തിന്മകൾ അവനിൽ നിന്ന് അല്ലാഹു തആല മായ്ച്ചു കളയും. 10 നന്മകൾ എഴുതും, 10 തിന്മകൾ മായ്ച്ചു കളയും. മാത്രമല്ല, നാലാമത്തത് വറഫഅ ലഹു അശ്റ ദറജാത്ത്. 10 സ്ഥാനങ്ങൾ അവന് ഉയർത്തപ്പെടും. തന്നെയുമല്ല, വകാന ഫീ ഹിർസിൻ മിനശ് ശൈത്വാനി ഹത്താ യുംസിയ. ശൈത്വാന്റെ ഷർറിൽ നിന്ന് അല്ലാഹു തആല അവനെ കാക്കും. ഹത്താ യുംസിയ, വൈകുന്നേരം വരെ. നീ വൈകാലഹ, ഈ ദിക്ർ അവൻ പറഞ്ഞാൽ, ഇത് അംസ, വൈകുന്നേരമാണ് പറഞ്ഞതെങ്കിൽ, കാന ലഹു മിസ്ലു ദാലിക, ഇതേ പ്രതിഫലം തന്നെ അവന് നൽകപ്പെടും. ഹത്താ യുസ്ബിഹ, പുലരുവോളം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഏതാ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റവാഹു അബൂ ദാവൂദ്. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഈ 10 ദിനരാത്രങ്ങളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ദിക്റുകൾ ചൊല്ലാനും ആരാധനകളും ഇബാദത്തുകളൊക്കെ ചെയ്യാൻ നാം ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.